സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. കരങ്ങൾ കൂപ്പി ദിവികാരണത്തിലേക്ക് നോക്കി കർത്താവിൻ്റെ കരുണ ലഭിക്കേണ്ട ഓരോ വിഷയങ്ങളെയും ഇപ്പോൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ കരുണ നമ്മളിലേക്ക് വർഷിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ളതും അതിലധികവും തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഈ ആരാധനയിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. എത്രയോ ജീവിതങ്ങൾ അവരുടെ വേദനകളുടെ, സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ ഒക്കെ നടുവിലിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഏതൊക്കെ ദേശങ്ങളിലിരുന്ന് വല്ലാത്ത ആശങ്കയുടെയും ആകുലതകളുടെയും നടുവിലിരുന്ന് ദൈവത്തെ വിളിക്കുന്ന മക്കളുണ്ട്. നമ്മളെല്ലാവരും ഇതാ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയമാണ്. നേരിട്ടോ അല്ലാതെയോ ഓൺലൈനിലൂടെയോ ഒക്കെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അനേകായിരങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നിശ്ചയമായിട്ടും അവിടെ അത്ഭുതം സംഭവിക്കും. കാരണം ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് നമ്മോട് കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ നടുവിലിരുന്നു കൊണ്ടാണ് നിന്നെ വിളിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ ഒത്തിരി വേദനിക്കുന്ന, വിങ്ങുന്ന ഹൃദയവുമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട്. കർത്താവേ, അല്ലാതെ കുടുംബ ബന്ധത്തിലുള്ള സമാധാനം, സന്തോഷം, സ്നേഹം ഇതൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് ഈ ആരാധനയിൽ പൂർണ്ണമായി പങ്കുചേരാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് സങ്കടം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മക്കളുണ്ട്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ജീവിതങ്ങളുണ്ട്. ഈശോയെ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണല്ലോ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ കാരുണ്യം വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ ഈശോയെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക മേഖലകളൊക്കെ തകർന്നു പോയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ജീവിതം പോലും അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, മക്കളുടെ വിവാഹത്തെ, ജോലിയെ, പഠനത്തെ ഒക്കെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടാകാം. ഈശോയെ, എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവേ, ഞങ്ങളുടെ ഒരു പ്രത്യേക പ്രാർത്ഥനാ നിയോഗം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് മഴ ലഭിക്കുകയുണ്ടായി. എന്നിരുന്നാലും മറ്റു പലയിടങ്ങളിലും ചൂടിൻ്റേതായ അസ്വസ്ഥതകൾ അല്ലാതെ വേട്ടയാടുന്നുണ്ട്. കരിസ്മനായിരിക്കുന്ന സ്ഥലം നമുക്കറിയാം, മധുരമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്, കോട്ടയത്ത്. ഈ ഭാഗത്ത് ഈ ദിവസങ്ങളിൽ മറ്റു പലയിടങ്ങളിലും മഴ പെയ്തിട്ട് നമുക്ക് ഈ ദേശത്ത് അല്പം പോലും ഒരു മഴ കിട്ടാതെ അസ്വസ്ഥരായിരിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും പ്രത്യേകം ഈ ദേശത്തെ നിങ്ങളുടെ ഹൃദയത്തിലെടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ് ഈ സമയം. കർത്താവേ, ഈ ദേശവാസികളെ പ്രത്യേകം നീ അനുഗ്രഹിക്കണം. അതോടൊപ്പം കർത്താവെ, വെള്ളമില്ലാതെ വേദനിക്കുന്ന എത്രയോ മക്കൾ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ, കേരളത്തിൻ്റെ പല കോണുകളിൽ ഈ ചൂടിൻ്റെ ആധിക്യത്താൽ
തളർന്നു പോകുന്നവരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഈശോയെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 24-ാമത്തെ വചനം ഞങ്ങൾ ക്ലെയിം ചെയ്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ആ വചനം ഇപ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോയെ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ ദേശത്തെ തണുപ്പിക്കാൻ തക്ക വിധത്തിൽ അങ്ങ് മഴ നൽകി കഴിഞ്ഞുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലഭിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നല്ലേ നീ പറഞ്ഞേ. അവിടെ ഞങ്ങൾ ഈശോയെ നിമിഷം ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും, എല്ലാ ദേശങ്ങളെയും ഞങ്ങളിതാ നിൻ്റെ കാരുണ്യത്തിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾ മർക്കോസ് 11:24 വചനം ക്ലെയിം ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മീതെയും ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. നിങ്ങൾ ചോദിച്ചതും യാചിച്ചതും ലഭിച്ചു എന്നൊന്ന് വിശ്വസിച്ച് നിങ്ങളുടെ സ്വന്തമായി മാറുമെന്നല്ലേ വചനം പറയുന്നത്. ഈശോയെ, ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്ന മക്കള് സ്വന്തമായൊരു ജോലി ദൈവം നൽകുന്നത് കണ്ട് അത് വിശ്വസിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടോ? ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന വേളയിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പിതാവേ, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം. ലാസർ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു ഈശോ പറഞ്ഞില്ലേ? ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല, പക്ഷേ അതിനു മുമ്പേ യേശു പിതാവായ ദൈവം തന്നിലൂടെ പൂർത്തിയാക്കാൻ പോകുന്ന അത്ഭുതത്തെ കണ്ട് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ നിമിഷം ഞങ്ങളിതാ നീ നിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിസയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, നിങ്ങളുടെ പാസ്പോർട്ടിൽ കർത്താവ് വിസ അടിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക. ജോലിയില്ലാത്ത മക്കൾ, കർത്താവ് ഞങ്ങൾക്ക് ജോലി തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. തകർന്നുപോയ വരുമാന മാർഗങ്ങൾ കർത്താവ് പുനഃസ്ഥാപിച്ച് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. അവിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, എൻ്റെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ പറഞ്ഞത് മുഴുവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിശ്വസിച്ച വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ട് ഈശോയെ നിനക്ക് നന്ദി പറയുന്നു. നീ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കരങ്ങൾ രണ്ടും ദൈവസ്ഥലിലേക്ക് ഉയർത്തുമ്പോൾ ഈ നിമിഷം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്തിനാണെന്നറിയാമോ? ദൈവം നൽകിയതിനെ ഓർത്ത്, പ്രത്യേകിച്ച് ഈ ദേശത്തൊരു മഴ നൽകിയതിനെ ഓർത്ത് ദൈവമേ നന്ദി പറയുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഉപരി മഴ ഞങ്ങൾക്ക് തന്നതിന് ഈശോയെ നിനക്ക് നന്ദി. ഞങ്ങൾ ആഗ്രഹിച്ചതിലുപരി ഒരു നല്ല സാലറിയുള്ളൊരു ജോലി തന്നതിന് ദൈവമേ നന്ദി. കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നതിന് നന്ദി. വിവാഹം നടക്കാതെ ഞങ്ങളുടെ മക്കളുടെ ജീവിതം അങ്ങ് ദൈവമേ സെറ്റിലാക്കിയതിന് നിനക്ക് നന്ദി. അങ്ങനെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച വിഷയങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കരുണ കാണിക്കണമേ. യേശുവേ, ദേശത്തോട് കരുണ കാണിക്കണമേ. നീ കാണിച്ച കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. നീ വെളിപ്പെടുത്തിയ കരുണയോർത്ത് നന്ദി പറയുന്നു. പുത്രനിലൂടെ വെളിപ്പെടുത്തിയ നിന്റെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു
കൈകൂപ്പാം, ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മൾ ആഗ്രഹിച്ച സമാധാനം, സന്തോഷം ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറച്ചതിന് നന്ദി പറയാം. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറയാം. മുട്ടുകുത്താൻ സാധിക്കുമ്പോൾ മുട്ടുമേലായിരുന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. തമ്പുരാൻ്റെ സ്നേഹത്തിൽ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഇപ്പോൾ ചേർത്ത് വയ്ക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ എൻട്രൻസ്, നീറ്റ് പരീക്ഷകൾക്കൊക്കെ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. ദൈവം നൽകുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വിവേകത്തിൻ്റെ വരം ഇവിടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ അധ്വാന ഫലം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവധിക്കാലം അവരെല്ലാം ദൈവസ്നേഹത്തിൽ രൂപപ്പെടാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,